തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞ നിമിഷം എങ്ങനെയെങ്കിലും തൻ്റെ മകനെ പുറത്തിറക്കണം എന്ന് കരുതിയിട്ട് പല വഴികളും ആലോചിക്കുകയാണ് ബാലചന്ദ്രൻ. അവസാനം അലീനയോട് തുറന്നു പറയുന്നുണ്ട്, മോളെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അവൻ നിൻ്റെ അനിയനല്ലേ, നിനക്ക് ശരണ്യോട് പറഞ്ഞ് അവനെ ഒന്ന് പുറത്തിറക്കാൻ ശ്രമിച്ചുകൂടെ മോളെ. അപ്പോൾ അലീന പറയാണ്, അച്ഛാ എന്താ അച്ഛാ ഈ പറയുന്നത്, ഞാൻ അവളോട് അങ്ങനെ ഞാൻ ഒരു കാര്യം പോലും ഇതുവരെ തുറന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ അവളെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അല്ലാതെ രോഹിത്തിനെ രക്ഷിക്കണമെന്നോ അങ്ങനെ ഒരു തരത്തിലും ഞാൻ അവളെ സ്വാധീനിക്കാനോ ഒന്നിനുമല്ല അച്ഛാ ഞാൻ പോകുന്നത്. എനിക്ക് അന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ ആ ഒരു അവസ്ഥ മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാവുമ്പോൾ എനിക്കറിയാം അവൾ എന്തുമാത്രം മാനസികമായിട്ട് പിരിമുറുക്കത്തിലായിരിക്കുമെന്ന്. അവളെ ആ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാച്ചാ രോഹിത്തിന് വേണ്ടി അവളോട് ചോദിക്കേണ്ടത്? മോളെ അതവൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല. എന്നാലും അച്ഛാ അവൻ ആ വീട്ടിലേക്ക് പോയത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ലേ മോളെ. അത് ആ ഒരു പ്രായത്തിൽ അവന് തോന്നിയ ഒരു തെറ്റല്ലേ അത്. അവൻ്റെ കൂട്ടുകാരവനെ നിർബന്ധിച്ചപ്പോൾ അവൻ ആ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ അവിടെ വെച്ച് അവൻ ആ ഒരു തെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അവൻ ആ ഒരു സത്യം മനസ്സിലാക്കി അവൻ തിരിച്ചു പോരുകയല്ലേ ചെയ്തത്. അവൻ അവിടെ പോയി എന്നുള്ളതിന് അവൻ ഇത്രയും ദിവസം അവിടെ കിടന്ന് ശിക്ഷ അനുഭവിച്ചില്ലേ മോളെ. ഇനിയെങ്കിലും അവനെ ഒന്ന് പുറത്തിറക്കാൻ നിനക്ക് സഹായിച്ചൂടെ? അങ്ങനെ ബാലചന്ദ്രൻ്റെ നെഞ്ചു പൊട്ടുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അലീന ബാലചന്ദ്രനോട് പറയുകയാണ്, ശരി അച്ഛാ, അച്ഛന് വേണ്ടി ഞാൻ ശരണ്യയോട് ഈ കാര്യം പറയാം. പക്ഷേ എനിക്ക് ഉറപ്പൊന്നും തരാൻ കഴിയില്ല അവൾ എങ്ങനെയാണ് പ്രതികരിക്കുമെന്ന്. അലീന ശരണ്യയെ കാണാനായിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അലീനയോട് എന്തോ ഒരു വല്ലാത്ത വെറുപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ അലീനയുടെ ഉള്ളിൽ എന്തൊക്കെ സംശയങ്ങൾ തോന്നി. അവൾ അവരോട് പറഞ്ഞു, ഞാൻ ഒരു തരത്തിലും ശരണ്യയെ സ്വാധീനിക്കില്ല. എനിക്കറിയാം അവിടെ വന്ന് അവളുടെ വക്കീലും എല്ലാ പേരും അവളെ ഭീഷണിപ്പെടുത്തിയെന്ന്. അപ്പോൾ ഞാൻ ഒരു തരത്തിലും അവളെ സ്വാധീനിക്കാനല്ല ഇങ്ങോട്ടേക്ക് വന്നത്. അവളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് തന്നെ അവൾ കോടതിയിൽ പറയട്ടെ. ഞാൻ അവളെ പഴയ ശരണ്യയിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അവൾ ആ ഒരു ഇരുട്ടുമുറിയിൽ നിന്നും അവളെ ഈ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നു. പഴയ ശരണ്യയാക്കി ഏകദേശമൊക്കെ ഞാൻ മാറ്റി. എനിക്ക് അത്രയും മതി. ആ ഒരു ആഗ്രഹമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവൾ ശരണ്യയെ കാണാനായിട്ട് റൂമിലേക്ക് കയറുമ്പോൾ ശരണ്യ കരഞ്ഞുകൊണ്ട് അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി എന്നോട് ക്ഷമിക്കണം. എന്നെ എല്ലാവരും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഞാനിനി സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും എന്നെ വിശ്വസിക്കില്ല, എന്നെ കള്ളിയാക്കുമെന്ന്. അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും ഒക്കെ ആഗ്രഹം. പക്ഷേ ഞാൻ രോഹിത് അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശിക്ഷ കുറയുകയും അങ്ങനെയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ചേച്ചിയെ കാണാനോ സംസാരിക്കാനോ പോലും പാടില്ല എന്നാണ് അവരുടെ വിലക്ക്. ഇവിടെ കോടതിയിൽ നിന്ന് മാഡവും വന്നിട്ടുണ്ടായിരുന്നു. അവരും എന്നെ ഒരുപാട് ഉപദേശിച്ചു. ഞാൻ ഇനി എന്ത് ചെയ്യാണ് എന്ന് ചേച്ചി? എനിക്ക് ആ കോടതിയിൽ വന്നിനി ആ സത്യം തുറന്നു പറയാൻ കഴിയുമോ? അപ്പോൾ അലീന പറയാണ്, മോളെ നിൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് നീ പറയണം. ഞാൻ ഒരിക്കലും നിന്നെ സ്വാധീനിക്കില്ല. ഞാൻ അവനെ രക്ഷപ്പെടുത്തണമെന്നോ അവൻ കുറ്റവാളി അല്ല എന്നോ ഒന്നും നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് എന്താണോ തോന്നുന്നത് അത് നീ പുറത്തു പറയണം. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കേട്ടിട്ടില്ലേ മോളെ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന്. അത് നീ ഓർമ്മ വച്ചാൽ മാത്രം മതി. ചേച്ചി എനിക്കെങ്ങനെ സത്യം തുറന്നു പറയാൻ കഴിയും? എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചേച്ചി. എനിക്കിനി കോടതിയിൽ വരാനേ തോന്നുന്നില്ല. എനിക്കിനി സത്യം തുറന്നു പറയാൻ കഴിയില്ല ചേച്ചി. അതുകൊണ്ട് ഞാൻ കോടതിയിലേക്ക് വരുന്നില്ല. ആ സമയത്താണ് ശരണ്യയുടെ അച്ഛനും അമ്മയും ആ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ അലീനയോട് പറയുകയാണ്, കേട്ടോ മോളെ ഇവള് പറയുന്നത്, അവൾ ഇനി കോടതിയിൽ വരുന്നില്ല എന്ന്. അവൾ കോടതിയിൽ വരാതിരുന്നാൽ ഇനി അവന്മാർ രക്ഷപ്പെടില്ലേ? മറ്റൊരു പെൺകുട്ടിക്ക് ഇതേ ഒരു അവസ്ഥ ഉണ്ടാകില്ലേ? അതുകൊണ്ട് മോളൊന്ന് പറയണം അവളോട് കോടതിയിലേക്ക് വരണമെന്ന്. അപ്പോൾ അലീന ശരണ്യയോട് പറയുന്നുണ്ട്, എന്താ മോളെ ഈ കേൾക്കുന്നത്? ഇത്രയും ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ടല്ലേ ഒരു യുദ്ധം പോലെ ചെയ്തത്. എന്നിട്ടിപ്പോൾ നീ ഇപ്പോൾ എന്താ പറയുന്നത്? നിനക്ക് കോടതിയിൽ പോകാൻ വയ്യാന്നോ? എന്താ മോളെ ഇത്? അവന്മാർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടേ? ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു പെൺകുട്ടിക്ക് നിൻ്റെ അനുഭവം ഉണ്ടാവില്ലേ? ഇനി അതുപോലെ മറ്റൊരു പെൺകുട്ടി ഇതേ അവസ്ഥയിൽ കിടക്കണമെന്നാണോ നീ പറയുന്നത്?
അതുകൊണ്ട് മോൾ എന്തായാലും കോടതിയിൽ പോകണം. അതിലിനി രോഹിത്തിൻ്റെ കാര്യങ്ങളൊന്നും നീ സംസാരിക്കേണ്ട. നിന്നെ ഉപദ്രവിച്ചവരുടെ കാര്യം അതിനി കോടതിയിൽ ചോദിക്കുന്ന സമയത്ത് അതുപോലെ പറഞ്ഞാൽ മാത്രം മതി. രോഹിത് നിരപരാധിയാണെന്നോ നിന്റെ ശരീരത്തിലൊന്ന് തൊട്ടിട്ട് പോലും ഇല്ല എന്നോ ഒന്നും നീ പറയേണ്ട കാര്യമില്ല മോളെ. എനിക്കൊന്നും അറിയില്ല ചേച്ചി. എന്നെ പഴയ ശരണ്യയിലേക്ക് കൊണ്ടുവന്നത് ചേച്ചിയാണ്. അതുകൊണ്ട് ചേച്ചി എന്ത് പറയുന്നോ അത് ഞാൻ അനുസരിക്കും. അപ്പോൾ അലീനയ്ക്ക് സന്തോഷമാവുകയാണ്. അലീന പറയുന്നുണ്ട്, മോളെ നാളെ നമുക്ക് 2 പേർക്കും കൂടെ കോടതിയിൽ പോകണം. ഞാനും ഉണ്ടാവും നിന്നോടൊപ്പം. അങ്ങനെ രാവിലെ തന്നെ അലീനയും ശരണ്യയും ശരണ്യയുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കോടതിയിലേക്ക് പോവുകയാണ്. കോടതിയിലേക്ക് പോകുന്ന വഴിയിൽ റോഡിൽ വെച്ച് കമലയും ശിവശങ്കര മേനോനും ശരണ്യയെ കാണുന്നുണ്ട്. കമല അവള് നേർക്ക് ഒരു 10 ലക്ഷം രൂപ വലിച്ചെറിയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നാ കൊണ്ടുപോയിക്കോടി. നീ എൻ്റെ മകനെ ഈ പണത്തിന് വേണ്ടിയിട്ടല്ലേ സ്നേഹിച്ചത്? എൻ്റെ വീട്ടിൽ മരുമകളാകാൻ വേണ്ടിയിട്ട് നീ ആഗ്രഹിച്ചതല്ലേ? അത് നടന്നില്ലാത്തത് കൊണ്ട് എൻ്റെ മകനെ നീ കള്ളക്കേസിൽ കുടുക്കിയല്ലേ? ഇന്നാ കൊണ്ടുപോ. ഇനിയും നിനക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ വലിച്ചെറിഞ്ഞു തരാം. പക്ഷേ എൻ്റെ മകൻ നിരപരാധിയാണെന്ന് നീ കോടതിയിൽ പറയണം. നാണം കെട്ടവള്. എൻ്റെ മകനെ വല വീശി പിടിച്ചതും പോരാഞ്ഞിട്ട് അവൻ മയക്കുമരുന്ന് കൊടുത്തത്രേ. നിനക്ക് നാണമുണ്ടോടെ ഇങ്ങനെ കള്ളക്കഥകൾ പറയാനായിട്ട്? വലിയ വീട്ടിലെ പയ്യന്മാരെ കണ്ണും കലാശവും കാണിച്ച് നിന്റെ വഴിക്ക് വരുത്തുന്നതും പോരാ, എന്നിട്ടിപ്പോൾ അവന്മാര് കുറ്റം ചെയ്തു അത്രേ. അങ്ങനെ കേൾക്കുന്ന സമയത്ത് ശരണ്യ അവരുടെ മുഖത്തേക്ക് ആ 10 ലക്ഷം രൂപ തിരിച്ചു വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചു ഈ ഹരി ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയതെന്ന്. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അതിനൊരു ഉത്തരം കിട്ടി. നിങ്ങളെപ്പോലെയുള്ള ഇത്രയും നീചയായ ഒരു സ്ത്രീയല്ലേ അവൻ്റെ അമ്മ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പില്ലേ? എന്നെപ്പോലൊരു പാവപ്പെട്ട പെൺകുട്ടിയോട് നിങ്ങളുടെ മകൻ ഇത്ര ക്രൂരമായി പെരുമാറിയിട്ട് നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ വന്ന് ഇത്രയും അഹങ്കാരത്തോടെ സംസാരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം തോന്നുന്നു? കഷ്ടം. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇത് തരണം ചെയ്യുമായിരുന്നു? അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഒരു വാക്കെങ്കിലും സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു. മോളെ പോട്ടെ എന്നൊരു വാക്ക്, എൻ്റെ മകൻ തെറ്റ് ചെയ്തു പോയി, അങ്ങനെയെങ്കിലും ഒരു വാക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾ പറയുമായിരുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഇത്രയും തെറ്റ് ചെയ്തവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. നിങ്ങൾ ഒരു സ്ത്രീ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ എന്നോട് ഇത്രയും നീചമായിട്ട് നിങ്ങൾ പെരുമാറില്ലായിരുന്നു. കഷ്ടം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞാൻ ഇന്ന് കോടതിയിൽ പോകുമ്പോൾ നിങ്ങളുടെ മകന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കും. ഇനി ഒരിക്കലും അവൻ മറ്റൊരു പെണ്ണിനോട് ഈ ഒരു ക്രൂരത ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അലീനയും കൂട്ടി അവൾ നേരെ കോടതിയിലേക്ക് പോവുകയാണ്. അലീനയും കമലയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വയറ്റിൽ എങ്ങനെയാ മനുവേട്ടൻ ജനിച്ചതെന്നാ എനിക്ക് അത്ഭുതം. നിങ്ങളുടെ മകൻ തന്നെയല്ലേ അത്? ഇത് രണ്ടും 2 സ്വഭാവം. വാ മോളെ എന്ന് പറഞ്ഞ് ശരണ്യയും കൂട്ടി അലീന നേരെ കോടതിയിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ശരണ്യയുടെ വക്കീലായിട്ട് വാദിക്കേണ്ടി വരുന്നത് അലീനയ്ക്കാണ്. അലീന ഹരിയോട് ചോദിക്കുകയാണ്, നീ ആണോ ഈ പെൺകുട്ടിയെ സ്നേഹിച്ചത്? അപ്പോൾ ഹരി പറയുന്നുണ്ട്, അതെ. നീ തന്നെയാണോ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയെ മറ്റൊരിടത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയത്? അതെ എന്ന് പറയുമ്പോൾ അടുത്ത അലീന ചോദിക്കുന്നുണ്ട്, നിന്നോടൊപ്പം എത്ര പേരുണ്ടായിരുന്നു? അത് ഞാനും എൻ്റെ 3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ രോഹിത് ഉണ്ടായിരുന്നോ? അതെ, രോഹിത് ഉണ്ടായിരുന്നു. നീയല്ലേ ആ കുട്ടിക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉത്തരമില്ലാതെ ഹരി തലതാഴ്ത്തി നിൽക്കുന്നുണ്ടെങ്കിലും വീണ്ടും അലീന ചോദിക്കുന്നുണ്ട്, ചോദ്യം നീ കേട്ടില്ലേ? എന്താ നിനക്ക് ഉത്തരമില്ലേ? അതെ, ഞാൻ തന്നെയാണ് നൽകിയത് എന്ന് പറയുമ്പോൾ അലീന വീണ്ടും ചോദിക്കുകയാണ്, ഈ നിൽക്കുന്ന രോഹിത് നിന്നോടൊപ്പം ഉണ്ടായിരുന്നു? അപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ശരണ്യെ ഉപദ്രവിക്കുന്ന സമയത്ത് അവൾക്ക് ഒരു ഓർമ്മയും ഇല്ല. അവളുടെ ആരാണ് അവളുടെ ശരീരത്തിൽ തൊട്ടതെന്ന് അവൾക്കറിയില്ല. ബാക്കി നിങ്ങൾ 3 പേർക്കും അറിയാതിരിക്കുമല്ലോ. രോഹിത് ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ? അവൻ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാക്കി നിൽക്കുന്ന മറ്റു 3 പ്രതികളും പറയുന്നത് ഇല്ല എന്നാണ്. ഹരി പെട്ടെന്ന് തന്നെ അവരെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഇനി മറ്റു 3 പ്രതികളും രോഹിത് കുറ്റവാളിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഹരിക്ക് ഇനി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഹരിയും മറ്റു 3 പ്രതികളും ചേർന്ന് കുറ്റസമ്മതം നടത്തുമ്പോൾ ഹരിയുടെ വക്കീല് ശരണ്യയോട് പറയുന്നുണ്ട്, എനിക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ശരണ്യയോട് കൂടെ ചോദിക്കാനുണ്ട്. ശരണ്യ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായിട്ട് സത്യസന്ധമായിട്ട് ഉത്തരം നൽകണം. ആ സമയത്ത് അലീന പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ വക്കീലിനോട് ചോദിക്കുകയാണ്, ഇനി എന്താണ് ആവശ്യം?
പ്രതികൾ തന്നെ കുറ്റസമ്മതം നടത്തി. ഇനി അവൾക്ക് നീതിയാണ് വാങ്ങിക്കൊടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട കോടതി ഈ പെൺകുട്ടിക്ക് എത്രയും പെട്ടെന്ന് തന്നെ നീതി വാങ്ങിക്കൊടുക്കണം. ഇവിടെ ഇപ്പോൾ സത്യം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഹരിയും മറ്റു 3 പ്രതികളും ചേർന്നാണ് ഈ പെൺകുട്ടിയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തിയത്. പക്ഷേ ഇതിൽ നിൽക്കുന്ന രോഹിത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിരപരാധിയാണ്. അവനെ ഈ കേസിൽ നിന്നും വെറുതെ വിടണമെന്നും ബാക്കി 3 പ്രതികൾക്കും കിട്ടേണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണമെന്നും കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ കോടതിയിൽ നിന്നും വിധി വരികയാണ്. രോഹിത് നിരപരാധിയാണ് എന്നും മറ്റു 3 പേർക്ക് 3 ലക്ഷം രൂപ പിഴയും 6 വർഷം കഠിന തടവിന് ശിക്ഷിക്കാനാണ് കോടതി തീരുമാനിച്ചത്. രോഹിത് നിരപരാധിയാണെന്ന് അറിയുമ്പോൾ അവൻ കൈകളുകൊണ്ട് കൂപ്പി ശരണ്യയുടെ നേർക്ക് തൊഴുന്നുണ്ട്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഞാനല്ല നിന്നെ രക്ഷിച്ചത്. ഈ നിൽക്കുന്ന ചേച്ചി അലീന ചേച്ചിയാണ് നിന്നെ ഇപ്പോൾ രക്ഷിച്ചത്. അതുകൊണ്ട് എന്നടുത്തല്ല നീ മാപ്പ് പറയേണ്ടത്, ആ അലീന ചേച്ചിയോട് പറയണം. എല്ലാത്തിനും നന്ദി അലീന ചേച്ചിയോടാണ് പറയേണ്ടത്. അത് കേൾക്കുമ്പോൾ രോഹിത്തിൻ്റെ കണ്ണൊക്കെ വല്ലാതെ നിറയുന്നുണ്ട്. ഞാൻ അലീന ചേച്ചിയെ എന്തുമാത്രം ദ്രോഹിച്ചു, എന്നിട്ട് അലീന ചേച്ചി എനിക്കൊരാപത്തുണ്ടായപ്പോൾ എന്നെ സഹായിച്ചു. നന്ദിയുണ്ട് ചേച്ചി, ഒരുപാട് നന്ദിയുണ്ട്. എന്താ മോനെ നീ എന്നോട് നന്ദി പറയുന്നത്? ഞാൻ നിന്നെ ഒരു അന്യനെ പോലെയൊന്നും കണ്ടിട്ടില്ല. എൻ്റെ സ്വന്തം സഹോദരനായിട്ട് മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. നിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. അച്ഛനും ഇതറിയുമ്പോൾ ഒരുപാട് സന്തോഷമാവും. നിനക്ക് വേണ്ടിയാണ് അച്ഛനും അമ്മയും എല്ലാവരും ജീവിക്കുന്നത്. അച്ഛൻ നിന്നെ എത്ര പ്രാവശ്യം ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചു. ഹരിയോടൊപ്പം നീ പോകുന്നത് നിനക്ക് ആപത്താണെന്നൊക്കെ. പക്ഷേ നീ അന്ന് അച്ഛൻ്റെ വാക്കെല്ലാം ധിക്കരിച്ചു. അതിന് നിനക്ക് കിട്ടിയ ശിക്ഷയാണ് ഇതെന്ന് നീ ഓർമ്മിച്ചാൽ മതി. ഇനിയെങ്കിലും നല്ലതായിട്ട് നടക്കാൻ ശ്രമിക്കണം മോനെ, നന്നായിട്ട് ജീവിക്കണം, അത്രയേ ഉള്ളൂ. അതേ ചേച്ചി, എനിക്കിനി നന്നായിട്ട് ജീവിക്കണം. എനിക്കിനി ധൈര്യമായിട്ട് പുറത്തേക്കിറങ്ങാം, ധൈര്യമായി കോളേജിലേക്കും ഫ്രണ്ട്സിൻ്റെ മുമ്പിലും ചെല്ലാം. കാരണം ഭീഷണിപ്പെടുത്തിയോ പൈസ കൊടുത്തോ ഒന്നുമല്ല എന്നെ രക്ഷിച്ചത്. എന്നെ സത്യസന്ധമായിട്ട് പുറത്തിറക്കി. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി എനിക്ക് പേടിക്കാതെ പുറത്തേക്കിറങ്ങാം, അല്ലേ ചേച്ചി? അതേ മോനെ, നിനക്കിനി ധൈര്യമായിട്ട് പുറത്തേക്കിറങ്ങാം. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നീ തെറ്റ് ചെയ്തിട്ടില്ല. സമൂഹത്തിൻ്റെ മുന്നിൽ നീ തല ഉയർത്തി നിൽക്കണം. കാരണം നീ തെറ്റുകാരനല്ല. അങ്ങനെ ധൈര്യം കൊടുത്ത് രോഹിത്തുമായി അലീന നേരെ വീട്ടിലേക്ക് പോവുകയാണ്. കോടതിയിൽ നിന്നും രോഹിത്തുമായി വരുന്ന അലീനയെ കാണുമ്പോൾ ബാലചന്ദ്രന് സന്തോഷം കൊണ്ട് വല്ലാതെ അങ്ങ് കണ്ണ് നിറയുന്നുണ്ട്. ഓടിച്ചെന്ന് രോഹിത്തിനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, മോനെ അച്ഛനോട് ക്ഷമിക്കണം, അച്ഛനൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ നീ നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ, അച്ഛന് സന്തോഷമായി മോനെ. നിന്നെ രക്ഷപ്പെടുത്തിയത് അലീനയല്ലേ? ഇനിയെങ്കിലും നിനക്ക് അവളെ ഒന്ന് സ്നേഹിച്ചൂടെ? സ്വന്തം ചേച്ചിയായിട്ട് നിനക്ക് അവളെ കരുതിക്കൂടെ മോനെ? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അതേ അച്ഛാ, എനിക്കെല്ലാം മനസ്സിലായി. അലീന ചേച്ചി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. ഇനി എനിക്ക് അലീന ചേച്ചി ഇവിടുത്തെ വെറും ഒരു വീട്ടുജോലിക്കാരിയല്ല, എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ്. അതിനുശേഷം രോഹിത്ത് അലീനെ സ്വന്തം ചേച്ചിയായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.